തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലേക്ക് തന്നെയാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 8 ദിവസമായിരിക്കുകയാണ്. ലോറി കരയിൽ ഇല്ലെന്ന് സൈന്യം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് കരയിൽ നിന്ന് മാറി 40 മീറ്റർ അകലെ പുഴയിൽ പുതിയ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് നാവികസേന ആദ്യം തെരച്ചിൽ നടത്തുക. ഡീപ് സെർച്ച് മൈൽ ഡിറ്റക്ടർ ഉപയോഗിച്ചായിരിക്കും പരിശോധന. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം 8:30 ഈ ഒരു അപകടം സംഭവിക്കുന്നത്. നമുക്കറിയാം എത്ര ദിവസമായി അപ്പോൾ മണ്ണിനടിയിൽ അല്ലെങ്കിൽ പുഴയിൽ എവിടെയാണോ അർജുൻ ഉള്ളത് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത്. അർജുനായി എത്രത്തോളം ഊർജിതമായ തെരച്ചിൽ ഏത് ഘട്ടം മുതലാണ് ആരംഭിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഊർജ്ജസ്വലമായ തെരച്ചിലൊക്കെയും നടന്നിരുന്നു. പക്ഷേ ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖകരം. എന്തായാലും KV ബൈജു ഷിരൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം വിനേഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരും. ആദ്യം ഞാൻ ബൈജുവിലേക്ക് പോവുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. ബൈജു, ദിവസങ്ങളായി ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും അർജുനായുള്ള കാത്തിരിപ്പിലാണ്. 8 ദിവസമാകുന്നു. അതാണ് ഏറെ ദുഃഖകരം. സാധ്യമായ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും തിരച്ചിൽ നടന്നത്. ഏറെ ശുഭകരം എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുഴയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ്. 8 മീറ്റർ താഴ്ചയിൽ ഒരു ലോഹവസ്തു ഉണ്ട് എന്നുള്ള തരത്തിലുള്ള അനുമാനമാണ് നിലവിലുള്ളത്. നാവികസേനയുടെ നേതൃത്വത്തിൽ ഇന്ന് വിശാലമായ പരിശോധന നടക്കുകയാണ്. എന്തായിരിക്കും ഇന്നത്തെ പരിശോധനയുടെ പദ്ധതികൾ? ഏത് തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ബൈജു. തീർച്ചയായും ഇന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളും ഈ കുടുംബവും ഒപ്പം കേരളം മൊത്തം ഈ അർജുൻ എവിടെ എന്ന ചോദ്യം വീണ്ടും ചോദിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ 8ാം ദിനമായിരിക്കുന്നു ഈ ഇത്തരത്തിൽ ഒരു ദുരന്തം നടന്നിട്ട്. ഇന്ന് രാവിലെ 8:30 അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 8:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ സമയത്ത് അർജുൻ തന്റെ വാഹനവുമായി ഈ ശിരൂരിലെ ഈ ദുരന്ത ഭൂമിയിലെ ഈ സ്ഥലത്ത് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ഒരു സമയം, ആ സമയത്താണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായത്. എന്തായാലും ഇന്ന് തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരും. ഈ സൈന്യത്തിന്റെ സംഘം ഇപ്പോൾ ശിരൂരിൽ തന്നെയുണ്ട്. അവർ തിരിച്ചു പോയിട്ടില്ല. അല്പസമയം മുമ്പാണ് ശിരൂരിലെ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അവരുടെ വാഹന വ്യൂഹങ്ങൾ കടന്നുപോയത്. അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നാവികസേനയുടെ തിരച്ചിലാണ് ഇന്ന് പ്രധാനം. അവരാണ് ഇന്ന് ഈ തെരച്ചിലിൽ ഏറ്റവും മുന്നിലുള്ളത്. കാരണം നമുക്കറിയാം ഇന്ന് പൂർണ്ണമായും പുഴയിലുള്ള തിരച്ചിലാണ് നടക്കുക. ഏതായാലും റഡാർ സിഗ്നൽ 2 ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം കരയിൽ നിന്നും 40 കിലോമീറ്ററിനകത്ത് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയായിരിക്കും ഇന്ന് പ്രധാനമായും ഇത്തരത്തിലുള്ള തിരച്ചിൽ നടക്കുക. എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്താൻ ആകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇത്രയും ദിവസമായിട്ടും അർജുനും അതുപോലെ തന്നെ 2 കർണാടക സ്വദേശിയും 1 തമിഴ്നാട് സ്വദേശിയും അർജുനൊപ്പം കാണാതായിട്ടുണ്ട്. അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവരെയും ഇന്ന് കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന തിരച്ചിൽ സേനാംഗങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ശിരൂരിലെ ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. NDRFന്റെ സംഘം, പോലീസ്, ഫയർഫോഴ്സ് അവരെല്ലാം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. കരയിലെ തിരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച രീതിയിലാണ്. പൂർണ്ണമായും മണ്ണ് നീക്കാൻ കരയിൽ സാധിച്ചിട്ടില്ലെങ്കിലും കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം തന്നെ സ്ഥിരീകരണം നൽകിയ സ്ഥിതിക്ക് ഇനി പുഴയിൽ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലായും അന്വേഷണം നടത്തുക. ഈ പുഴയിലെ മണ്ണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മല ഈ പുഴയിൽ അടിഞ്ഞ് ഇത്തരത്തിൽ കൂടിയിട്ടുണ്ട്. ആ മണ്ണ് മുഴുവൻ നീക്കേണ്ടി വരും. അതിനാണ് ഈ മൈൻ മെറ്റൽ ഡിറ്റക്ടർ പോലുള്ള ഉപകരണങ്ങൾ, അത്തരങ്ങൾ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൃത്യമായി ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ വളരെ എളുപ്പമാവും. ആ സ്ഥലത്ത് മണ്ണ് മാത്രം നീക്കം ചെയ്ത് ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും. അർജുനെ കണ്ടെത്താൻ പറ്റും. എന്തായാലും 8ാം നാൾ നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ശിരൂരിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. ഇന്ന് കാലാവസ്ഥ പ്രതികൂലമാണ്. രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രിയും രാവിലെ നിർത്താതെ മഴ, രാത്രി മുതൽ ഈ പുലർച്ചെ രാവിലെ വരെ അത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടായിരിക്കുന്നത്. തടസ്സമായി വെല്ലുവിളിയായി നിന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. മഴ അടിക്കടി പെയ്യുന്നു, മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്നുള്ള കരുതലും അനുമാനങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ
പല സമയത്തും നമുക്ക് ഈ രക്ഷാപ്രവർത്തനം അടക്കം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വന്നത്. ഈ പുഴയിലെ തെരച്ചിലെന്ന് പറയുന്നത് നമുക്കറിയാം അതീവ സങ്കീർണമാണ് എന്നുള്ളത്, ദുഷ്കരമായിട്ടുള്ള ഒരു പ്രയത്നമാണത്. അപ്പോൾ അതിനിടയിൽ മഴ കൂടി വരുമ്പോൾ കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കരയിലും തെരച്ചിൽ നടത്തിയിരുന്നു, പുഴയിലും തെരച്ചിൽ നടത്തിയിരുന്നു. ഈ പുഴയിലെ തെരച്ചിൽ കഴിഞ്ഞ ദിവസം ഈ കുന്നൊന്നായി ഇടിഞ്ഞു വന്ന് മൂടിക്കിടക്കുന്ന ആ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. തീർച്ചയായും പുഴയിലും കരയിലും ഒരേ സമയത്തായിരുന്നു ഇന്നലെ തെരച്ചിലുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം പുഴയിൽ ഈ റഡാർ സിഗ്നൽ ലഭിക്കാൻ വേണ്ടിയുള്ള റഡാർ വെച്ചുള്ള പരിശോധനയായിരുന്നു നടന്നത്. അതിലാണ് ഇത്തരത്തിൽ 3 സ്പോട്ടുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 20 മീറ്റർ മാറി കരയിൽ നിന്നും അതുപോലെ തന്നെ 40 മീറ്റർ മാറി കരയിൽ നിന്നും ഇത്തരത്തിൽ ഒരു 3 സ്പോട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്പോട്ടിലെ മണ്ണ് പ്രധാനമായും നീക്കം ചെയ്യാനും അവിടെ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനുമുള്ള പരിശോധനകളായിരിക്കും ഇന്ന് ആദ്യം നടക്കുക. അതിനായി എല്ലാ സേനാംഗങ്ങളും ഈ പുഴ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും തെരച്ചിലിൽ പങ്കാളികളാവുക. അത്തരത്തിൽ ഊർജിതമായ തെരച്ചിൽ ഇന്നുണ്ടാകും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ച, അതായത് 8 ദിവസം ആയിരിക്കുന്നു ഇന്ന് അതിലേക്ക് 8ാം ദിവസത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തുക, ഒപ്പം ഇതിൽ കാണാതായ മറ്റുള്ളവരെയും കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ രക്ഷാ ദൌത്യ സംഘത്തിന്റെ പ്രധാന ഇന്നത്തെ പരിപാടി. ഏതായാലും ജില്ലാ ഭരണകൂടം ഇന്ന് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷം തിരച്ചിൽ രാവിലെ ആരംഭിക്കും. പക്ഷേ മറ്റ് ഏതൊക്കെ മാർഗങ്ങളിൽ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാനാണ് ഈ യോഗം. ജില്ലാ കലക്ടർ, SP, മറ്റ് മേധാവിമാർ, ഓരോ വകുപ്പുകളുടെയും മേധാവിമാർ ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8ാം നാളായിരിക്കുന്നു. ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട് അർജുനെ കണ്ടെത്താനാകുമെന്ന്. കേരളമാകെ കാത്തിരിക്കുന്നു, അർജുന്റെ കുടുംബം കാത്തിരിക്കുന്നു. നമ്മളും ഈ ഓരോ വിവരങ്ങളും അപ്പോൾ തന്നെ പ്രേക്ഷകരിൽ, അതായത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ ആ സംഭവം നടന്ന ദിവസം മുതൽ തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഇന്ന് നല്ലൊരു വാർത്ത, ആ അർജുനെ കണ്ടെത്തി എന്ന ഒരു വാർത്ത നമുക്ക് നൽകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഇവിടെ തുടരുന്നത്. ഏതായാലും കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലം തന്നെയാണ്. മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇരുട്ട് മൂടിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഇതിന് തൊട്ട് അടുത്തായിട്ടാണ് ഈ സംഭവ സ്ഥലമുള്ളത്. ഏതായാലും ഈ സേനാംഗങ്ങൾ സൈന്യത്തിന്റെ ഉൾപ്പെടെയുള്ള ഇന്നലെ ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. NDRFന്റെ സംഘം രാവിലെ തന്നെ എത്തും. അങ്ങനെയെങ്കിൽ ഒരു 7:30യോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ഇതിൽ പ്രധാനമായും കാർവാർ MLA പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സൈന്യം ഇവിടെ തുടരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോഴും കരയിലാണ് സൈന്യത്തിന് പ്രധാനമായും ഇതിൽ തെരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പുഴയിൽ നാവികസേനയാണ് കൃത്യമായ തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും സൈന്യം തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ സൈന്യം തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ വിവരം ഇന്ന് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സൈന്യം ഉൾപ്പെടെ പരിശോധനയ്ക്കായി ഉണ്ട് എന്നതാണ് ഏറെ ആശ്വാസം. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും ഈ സൈന്യത്തിന്റെയൊക്കെ സേവനം അത് വലിയ തോതിൽ ഈ തെരച്ചിലിന് ഊർജ്ജം പകരും. ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്നും വന്ന ഇത്തരത്തിലുള്ള പ്രവർത്തകരുമുണ്ട്. രഞ്ജിത്ത് അല്പസമയം മുമ്പാണ് ഈ അകത്തേക്ക് ഇപ്പോൾ കടന്നുപോയത്. എന്തായാലും മാധ്യമപ്രവർത്തകരെ ഇന്ന് അകത്തേക്ക് കയറ്റുമോ എന്നതും അറിയേണ്ടതുണ്ട്. നിലവിൽ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഇതിനകത്ത് പ്രവേശനമില്ല. ഈ പുഴയുടെ അവസ്ഥ പറഞ്ഞാൽ വലിയ കുത്തൊഴുക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്, വളരെ പ്രതികൂലമായ സാഹചര്യമാണ് പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഷ്കരമാണ് ഇന്നത്തെ രക്ഷാ ദൌത്യം എന്ന് പറയേണ്ടി വരും. മഴയും ഒപ്പം ഈ പുഴയുടെ ഈ അവസ്ഥയും ഒപ്പം വലിയൊരു മല തന്നെ ഇടിഞ്ഞ് ഈ പുഴയിൽ വലിയ ചെറിയ കുന്നുകൾ രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ കരയിൽ അത്രത്തോളം മണ്ണുകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ മണ്ണൊക്കെ നീക്കം ചെയ്ത് ഇതിന്റെ അടിത്തട്ടിലാണ് ലോറി ഉള്ളതെങ്കിൽ അത് കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമാണ്, ദുഷ്കരമായ പ്രവൃത്തിയാണ്. അപ്പോഴും അർജുനെ കണ്ടെത്തുക എന്നത് ഈ രക്ഷാദൌത്യത്തിന്റെ വലിയ വെല്ലുവിളിയായി തന്നെ തുടരുമ്പോഴും ഇന്ന് പ്രവൃത്തി ഇത്തരത്തിലുള്ള തിരച്ചിൽ നടപടികൾ ഊർജിതമായി തന്നെ തുടരുമെന്നാണ് ഇവിടെ നിന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ഏതെങ്കിലും തരത്തിൽ തടസ്സം ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെരച്ചിൽ രാവിലെ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അല്പസമയത്തിനകം തന്നെ മറ്റ് സേനാംഗങ്ങളും എല്ലാവരും ഈ സ്ഥലത്തേക്ക് എത്തും. രാവിലെ തന്നെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും. 8ാം നാൾ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അത്തരത്തിൽ
അത്തരത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ഏതാനും സമയത്തിനകം തന്നെ ആരംഭിക്കും. ശക്തമായ കാറ്റ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇതിനിടയിൽ തന്നെ ഇന്നലെ രാത്രി കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ലോറി ഉണ്ട്. അതായത് ഇത് പ്രധാന പാതയാണ് മംഗളൂരു അതുപോലെ തന്നെ പൂനെ ശരി, കെ വി ബൈജു, ഞാൻ ബൈജുവിലേക്ക് എത്താം. ഇപ്പോൾ